സ്പെഷ്യൽ ബീം കാനോൺ അറ്റാക്ക് ഉപയോഗിച്ച് പിക്കലോ റാഡിസിനെ കൊല്ലുന്നതും ഗോക്കു അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുന്നതും, ഒരു വർഷത്തിനകം റാഡിസിനേക്കാൾ പവർ ലെവൽ കൂടിയ 2 സയാന്മാർ ഇവിടേക്ക് വന്ന് ഭൂമി മുഴുവൻ ഇല്ലാതാക്കും എന്നു പറഞ്ഞുകൊണ്ട് റാഡിസ് മരിക്കുന്നതും, മരിച്ചു കിടക്കുന്ന ഗോക്കുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ക്രില്ലിൻ പൊട്ടി കരയുന്നതും കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 5ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു സുന്ദര ഗ്രാമവും അതിന് മുകളിൽ കൂടി പറന്നു നടക്കുന്ന 2 വെള്ളരിപ്രാവുകളും മനോഹരമായ ഒരു ചെറിയ വീടും അതിനുള്ളിലിരുന്ന് ഗുഹാനു വേണ്ടി ഗോക്കുവിൻ്റെതുപോലെയുള്ള ഒരു ഉടുപ്പ് തുന്നുന്ന ചീച്ചിയെയുമാണ്. ഗുഹാനെ കൂട്ടി ഗോക്കു കാമി ഹൗസിൽ പോയി കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കുകയായിരിക്കും. താനും ഗോക്കുവിന്റെ ഒപ്പം കാമി ഹൗസിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ചീച്ചിയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതേസമയം വീടിന്റെ വെളിയിൽ നിന്നും ഗുഹാനെ ആരോ അലറി വിളിക്കുന്നത് കേൾക്കുകയും ചീച്ചി പുറത്തു നിന്ന് നോക്കുകയും കുറച്ചധികം മിഠായും ഒരു പാവയും കേക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയുടെ അച്ഛനെയാണ് വീടിന് പുറത്ത് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ബോധം കെട്ടി കിടക്കുന്ന ഗുഹാനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ബുൾമിയെയും ഗോക്കു മരിച്ചിട്ടും അവന്റെ കയ്യിൽ നിന്ന് വിടാൻ കഴിയാതെ വിങ്ങി വിങ്ങി കരയുന്ന ക്രില്ലിനെയും വിഷമിച്ച് നിൽക്കുന്ന മാസ്റ്റർ റോഷിയെയുമാണ്. അതേസമയം ക്രില്ലിൻ കൈ പിടിച്ചിരുന്ന ഗോക്കുവിന്റെ ബോഡി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ക്രില്ലിനും കൂട്ടുകാരും അത്ഭുതത്തോടെ പേടിച്ചു നിൽക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ പിക്കലോ ചിരിക്കുകയും നിങ്ങളാരും പേടിക്കണ്ട, ഗോക്കുവിന്റെ ബോഡി അപ്രത്യക്ഷമാകാൻ കാരണം ഭൂമിയുടെ ഗാർഡിയനും എന്റെ ഉയർപ്പാതിയും കാമിയാണെന്ന് പറയുന്നു. അവൻ എന്തു മണ്ടത്തരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്കറിയില്ല, പക്ഷെ അവന്റെ പാഴ്ശ്രമം നോക്കി നിൽക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. കാമി ഗോഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ക്രില്ലിൻ പിക്കലോയോടും പറയുന്നു. ഭൂമിയിലെ പോരാളികളായ യാംജയും മറ്റു സുഹൃത്തുക്കളും ഗോക്കുവിനെ സഹായിക്കാൻ ഇങ്ങോട്ട് എന്താണ് വരാഞ്ഞത് എന്നാണ് ബുൾമ അപ്പോൾ ആലോചിക്കുന്നത്. സൺ ഗോക്കുവിന്റെ ബ്രദർ ഗോക്കു ഉള്ള സ്ഥലം കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയായിരിക്കും ഇവിടെ വന്നത് എന്ന് ബുൾമ ആലോചിക്കുന്നു. റാഡിസിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന ഉപകരണത്തിലൂടെ എതിരെ നിൽക്കുന്നവരുടെ പവർ ലെവലും അവരുള്ള ലൊക്കേഷനും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പിക്കലോ പറയുകയും ബുൾമയും ക്രില്ലിനും കൂടെ റാഡിസിന്റെ കണ്ണിലിരിക്കുന്ന ഉപകരണം എടുത്ത് പരിശോധിക്കുകയും അത് ശരിയാക്കിയെടുത്താൽ യാംജയും മറ്റുള്ളവരും ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ബുൾമ അതെടുത്തിട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം ഗോക്കുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ക്രില്ലിൻ ഡ്രാഗൺ ബോളുകളെ അന്വേഷിച്ച് പോവുകയും ഡ്രാഗൺ ബോളുകളെല്ലാം പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഗോക്കുവിനെ എത്രയും വേഗം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ മാസ്റ്റർ റോഷി പിക്കലോയോട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് തിരക്കുകയും പിക്കലോ അവരെ എല്ലാവരെയും വളരെ അരിശത്തോടു കൂടി നോക്കുകയും അത് കണ്ട് അവരെല്ലാം പിക്കലോയെ നോക്കി പേടിച്ചു നിൽക്കുന്ന നിമിഷം പിക്കലോയുടെ റീജനറേറ്റിംഗ് പവർ ഉപയോഗിച്ച് അറ്റുപോയ കൈ തിരികെ കൊണ്ടുവരികയും പൂർവാധികം ശക്തി ആർജിച്ചുകൊണ്ട് പിക്കലോ അവരെ നോക്കി ചിരിക്കുകയും നിങ്ങൾ എത്രയും വേഗം ഡ്രാഗൺ ബോളുകൾ സംഘടിപ്പിച്ച് ഗോക്കുവിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക, കാമിക്ക് ഒരിക്കലും മരിച്ചു വരാനുള്ള ജീവൻ അതേപടി തിരിച്ചു നൽകുവാൻ സാധിക്കുകയില്ല, ഞാൻ ഇനി സൺ ഗോക്കുവിന്റെ മകൻ ഗുഹാന്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിക്കലോയോട് ബുൾമ ചോദിക്കുകയും ഒരു വർഷത്തിനകം ഇവിടേക്ക് വരുന്ന പുതിയ 2 സൈന്യന്മാരെ എതിർത്ത് നിൽക്കാൻ മാത്രം കൽപ്പുള്ള ആരും ഇപ്പോൾ ഈ ഭൂമിയിലില്ല. ഗുഹാന്റെ ഉള്ളിൽ വളരെ വലിയൊരു ശക്തിയുണ്ട്, അവനെ കൊണ്ട് മാത്രമേ ഇപ്പോൾ അവരെ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ വേറെ വഴികളൊന്നും തന്നെയില്ല. മിച്ചമുള്ള ഒരു വർഷത്തിനുള്ളിൽ ഗുഹാനെ ട്രെയിൻ ചെയ്ത് വളരെ ശക്തനായ ഒരാളാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാനും നീയും നമ്മളെല്ലാവരും ഈ ഭൂമിയോടെ തന്നെ നശിച്ചില്ലാതെയാവും. അതുകൊണ്ട് എത്രയും വേഗം ഗുഹാന് ട്രെയിനിങ് കൊടുത്ത് അവനെ ശക്തനായ ഒരാളാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പിക്കലോ പറയുന്നു. അതിന് യാതൊരു വഴിയുമില്ല, ഗോക്കു ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയോട് അനുവാദം ചോദിക്കാതെ ഗുഹാനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവരെല്ലാവരും പറയുകയും എനിക്കിപ്പോൾ നിങ്ങളുടെ ആരുടെയും തന്നെ അനുവാദം ആവശ്യമില്ല, എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ എല്ലാം ചങ്കിൽ ഓട്ട വിടും എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ ഗുഹാനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും കടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാമിയുടെ പദ്ധതി പ്രകാരം മരിച്ച ഗോക്കുവിനെ കൂട്ടി ഗ്രേറ്റ് കിങ് യമ എന്ന യമദേവന്റെ പക്കലേക്ക് ഭൂമിയുടെ ഗാർഡിയനായ കാമി ഗോക്കുവിനെയും കൂട്ടി ചെല്ലുന്നതാണ്. മരിച്ചുപോയതിനാൽ ഗോക്കുവിന്റെ തലയ്ക്ക് മുകളിലായി മാലാഖമാരുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന പോലെ ഒരു വെള്ള നിറത്തിലുള്ള വൃത്തവും കാണുവാൻ സാധിക്കുന്നതാണ്. ഗ്രേറ്റ് കിങ് യമയാണ് മരിച്ചുപോയവരുടെ നല്ല നടത്തിപ്പനുസരിച്ച് മരിച്ചുപോയവർ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന് തീർപ്പാക്കുന്നത്. ഗോക്കുവിന് യുദ്ധപരിശീലനം നൽകുന്നതിനായി ആയോസാമ എന്നൊരു മറ്റൊരു ദേവന്റെ അടുത്തേക്ക് ഗോക്കുവിനെ അയക്കുവാനുള്ള അനുവാദം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് കാമി ഗോക്കുവിനെയും കൂട്ടി യമയുടെ അടുത്തേക്ക് ചെന്നത്. നിലവിലെ ഗോക്കുവും പിക്കലോയും കാമിയും അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന പ്രപഞ്ചമായ യൂണിവേഴ്സ് 7ന്റെ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിയുടെ നോർത്ത് ഭാഗം ഭരിക്കുന്ന കിങ് ഓഫ് കായ് എന്നറിയപ്പെടുന്ന കായ്സാമയുടെ അടുത്തേക്കാണ് ഗോക്കുവിനെ ഇപ്പോൾ പരിശീലനത്തിനായി കാമി ഇപ്പോൾ ഗോക്കുവിനെ പറഞ്ഞുവിടുന്നത്. ഗോക്കുവിന്റെ നല്ല നടത്തിപ്പ് അനുസരിച്ച് അവനിപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുവാദം ഉണ്ടെന്നും ഇനി അവൻ കിങ്കായുടെ അടുത്തേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നാഗപാത താണ്ടി അങ്ങോട്ട്
അങ്ങോട്ടേക്ക് പോകാനുള്ള അനുവാദം നൽകുന്നുവെന്നും ഗ്രേറ്റ് കിങ് യമ അനുവാദം നൽകുന്നു. എന്നാൽ ഗോക്കു അതെല്ലാം കേട്ടിട്ടും മരിക്കുന്നവരെല്ലാം ഇങ്ങോട്ടേക്കാണോ വരുന്നത്, റാഡിൽസ് ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് ഗോക്കു ചോദിക്കുന്നു. അവൻ നിന്റെ ബ്രദറല്ലേ, അവനും ഇങ്ങോട്ട് വന്നിരുന്നു, അവൻ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് അവനെ നരകത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഗ്രേറ്റ് കിങ് യമ പറയുന്നു. ഗ്രേറ്റ് കിങ് യമ വളരെ ശക്തനാണെന്ന് മനസ്സിലാക്കുന്ന ഗോക്കു അദ്ദേഹത്തോടൊപ്പം ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും എന്നാൽ പേടിച്ചു വിറയ്ക്കുന്ന കാമി ഗോക്കുവിനെ അവിടുന്ന് എത്രയും വേഗം കിങ്കായുടെ അടുത്തേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഗ്രേറ്റ് കിങ് യമ ഒരു അടിയാളെ വിളിക്കുകയും ഗോക്കുവിനെ വഴി കാണിച്ചു കൊടുക്കാൻ കൂടെ അയക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാമിസാമ എന്തിനാണ് കിങ്കായുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞുവിടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വാസം ഉറപ്പായി ഞാൻ കാക്കു എന്ന് പറഞ്ഞ് നാഗപ്പാത്ത് നോക്കി ഓടുന്ന ഗോക്കുവിനെയാണ്. ശേഷം നമ്മൾ കാണുന്നത് കാമി മൈൻഡ് വോയിസിൽ ഭൂമി തകർക്കാൻ വരുന്ന സയാമാരെ ഷെൻട്രോണിന്റെ സഹായം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. ഗോക്കു എന്തിയേറെ പരിശീലനം നേടിയാലും അവൻ എത്രമാത്രം ശക്തനാകാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയുവാനും സാധിക്കില്ല. ഞാനിപ്പോൾ ഗോക്കുവിന്റെ മകൻ ഗുഹാനിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. പിക്കലോയ്ക്ക് ഗുഹാനെ എത്രമാത്രം ശക്തനാക്കുവാനാണോ സാധിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ജയവും പരാജയവും വരാൻ പോകുന്നത് എന്ന് വിചാരിച്ച് കാമി വിഷമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ഗ്രേറ്റ് കിങ് യമയുടെ ഒരു അടിയാൾ ഒരു കാറിൽ ഗോക്കുവിനെ കൂട്ടി നാഗപാതയുടെ തലഭാഗത്തേക്ക് പോകുന്നതാണ്. ഇരുവശത്തും നിംബസിനെ പോലെ മഞ്ഞ നിറത്തിലുള്ള കുറെ മേഘങ്ങളും മുന്നിലൂടെയുള്ള തീരെ വണ്ണം കുറഞ്ഞ ഒരു നാഗപാതയും മാത്രമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആകാശത്തുകൂടി പറക്കുന്ന ബുൽമിയുടെ വിമാനവും ഗോക്കുവിന്റെയും ഗുഹാന്റെയും കാര്യം എങ്ങനെയാണ് ചേച്ചിയോട് വീട്ടിൽ ചെന്ന് പറയാൻ കഴിയുക എന്നോർത്ത് വിഷമിക്കുന്ന ക്രില്യനെയും മാസ്റ്റർ റോഷിയെയും ബുൽമിയെയുമാണ്. അതേസമയം കാറിലിരുന്നുറങ്ങുന്ന ഗോക്കുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗ്രേറ്റ് കിങ് യമയുടെ അടിയാൽ എനിക്ക് ഇവിടം വരെ നിന്നെ കൊണ്ടുവിടാൻ സാധിക്കുകയുള്ളൂ, ഇതിനപ്പുറത്തോട്ട് കാറിൽ പോകുവാൻ സാധിക്കുകയില്ല. ആ കാണുന്ന പാമ്പിന്റെ തലയുടെ മുകളിൽ കയറി ആ കാണുന്ന വഴിയിൽ കൂടി എത്രയും വേഗം നീ കിങ് ഓസാമയുടെ അടുത്തേക്ക് പൊയ്ക്കോളാൻ പറയുകയും ഗോക്കു ഉടനെ പാമ്പിന്റെ തലയ്ക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറി ഇത് എത്രത്തോളം ദൂരമുണ്ട്, ഇതിൽ കൂടി ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് തിരക്കുകയും ചെയ്യുന്നു. ഇത് 1 മില്യൺ കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറയുമ്പോൾ ഗോക്കു ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ഗ്രേറ്റ് കിങ് യമ മാത്രമാണ് ഇതിനു മുമ്പ് ഇതിൽ കൂടി പോയിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ഗോക്കുവും സന്തോഷത്തോടു കൂടി അടിയാളിനോട് നന്ദിയും വിടയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോകുവാൻ വേണ്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറന്നുകൊണ്ട് പാറി പറക്കാൻ തുടങ്ങുന്നു. നീ അബദ്ധവശ ആ പാമ്പിന്റെ മുകളിൽ നിന്ന് മഞ്ഞ മേഘത്തിലേക്കും എല്ലാം വീണാൽ നേരെ നരകത്തിലേക്കാണ് പോകുക, ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗ്രേറ്റ് കിങ് യമയുടെ അടിയാൾ ഗോക്കുവിനെ കൈവീശി കാണിക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് ക്രില്ലിന് ഒരു സോട്ടും കോട്ടും തൊപ്പിയൊക്കെ അണിഞ്ഞുകൊണ്ട് ഗോക്കുവിന്റെ മരണവാർത്തയും ഗുഹാനെ പിക്കലോ എടുത്തുകൊണ്ട് പോയതും ചേച്ചിയോട് എങ്ങനെ പറയും എന്നോർത്ത് വിഷമിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പുറത്താരോ പുറപെറുക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ചേച്ചി ഗോക്കു ആണെന്ന് കരുതി ഓടി വന്ന് വാതിൽ തുറക്കുകയും പുറത്ത് ക്രില്ലിനെ മാത്രം കാണുമ്പോൾ ഗോക്കു എന്താണ് വരാത്തതെന്ന് തിരക്കുകയും ചെയ്യുന്നു. അവരെ കണ്ട് പേടിച്ച വിഷമത്തിൽ ഗോക്കു മരിച്ചുപോയി എന്ന് പറയാൻ സാധിക്കാതെ ഗോക്കു ഇനി തിരിച്ചു വരില്ല എന്നാണ് ക്രില്യൻ പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ചേച്ചി ഗോക്കു ഉടനെ തിരികെ വരില്ലെന്നാണോ നീ പറഞ്ഞത് എന്നും പറഞ്ഞ് ക്രില്യനോട് വളരെയധികം ഉച്ചത്തിൽ ദേഷ്യപ്പെടുകയും ഡ്രാഗൺ ബോർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയും ഗോക്കുവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ക്രില്യൻ കുറച്ച് സമയം എടുക്കും എന്നാലും ഗോക്കു ഉടനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം നമ്മൾ കാണുന്നത് ബോധം കെട്ടിക്കിടക്കുന്ന ഗുഹാനുമായി പിക്കലോ ഒരു പുഴയിൽ വന്നിറങ്ങി നിൽക്കുന്നതും നീ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു, ഇനി നീ ഉണരേണ്ട സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനെ ആ പുഴയിലേക്ക് എറിയുകയും ചെയ്യുന്നു. വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടുന്ന ഗുഹാൻ ചാടി എഴുന്നേൽക്കുകയും എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പിക്കലോ അവന്റെ പിറകിൽ നിന്ന് പറയുമ്പോൾ അത് കേട്ട് പേടിച്ചവൻ തിരിഞ്ഞു നോക്കുകയും അവൻ പിക്കലോയെ കാണുകയും നിങ്ങൾ ആരാണ്, എന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോക്കുവിനെ തപ്പിക്കൊണ്ട് അവൻ അലറി കരയുന്നുണ്ടെങ്കിലും ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് പിക്കലോ അവന്റെ ഉടുപ്പിൽ പിടിച്ച് പൊക്കിയെടുക്കുന്നു. ഇനി മിണ്ടിപ്പോകരുത്, ശബ്ദമുണ്ടാക്കിയ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ ഗുഹാനെ പേടിപ്പിക്കുകയും അത് കേൾക്കുന്ന ഗുഹാൻ മിണ്ടാതെ ഉരിയാടാതെ പേടിച്ചു വിറച്ച് പിക്കലോയെ നോക്കി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. നിന്റെ അച്ഛൻ ഗോക്കു മരിച്ചുപോയെന്നും ആ ഭയങ്കരനായ റാഡിൽസിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗോക്കു അവന്റെ ജീവൻ ത്യാഗം ചെയ്തതെന്നും പറയുന്നു. അത് കേൾക്കുന്ന ഗുഹാൻ കരഞ്ഞുകൊണ്ട് വിഷമിക്കുകയും ഇനി കരയുന്ന ഒച്ച പുറത്തു കേട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അവനെ പേടിപ്പിക്കുകയും അത് കേട്ട് പേടിക്കുന്നവൻ മിണ്ടാതിരിക്കുകയും ചെയ്യും. നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഗോക്കുവിന്റെ കൂട്ടുകാർ ഡ്രാഗൺ ബോർഡുകൾ തപ്പി പോയിരിക്കുകയാണ്, അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗോക്കുവിനെ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇപ്പൊ ശരിക്കുള്ള പ്രശ്നം അതല്ല, നിന്നെ തട്ടിക്കൊണ്ടുപോയ റാഡിൽസിനെ പോലെയുള്ള മറ്റു 2 സയാന്മാർ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഗോക്കുവിനെ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും അവരോട് നമുക്ക് മുട്ടു നിൽക്കാൻ സാധിക്കുകയില്ല, അവരെ നമുക്ക് തോൽപ്പിച്ച് ഈ ഭൂമി സംരക്ഷിക്കണമെങ്കിൽ നിന്റെ ശക്തി കൂടി ഉപയോഗിച്ചേ മതിയാകൂ എന്ന് പിക്കലോ അവനോട് പറയുകയും ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നെ ഞാനിപ്പോൾ ട്രെയിൻ ചെയ്ത് വളരെ ശക്തനാക്കി മാറ്റുവാൻ പോവുകയാണെന്നും പിക്കലോ പറയും. എന്നാൽ അതെല്ലാം കേട്ട് പേടിക്കുന്ന ഗുഹാൻ എന്നെ കൊണ്ട് യുദ്ധമൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എനിക്ക് യാതൊരുവിധ ശക്തികളും ഇല്ല എന്ന് പറഞ്ഞ് കരയുകയും നിനക്കുള്ളിൽ വളരെ വലിയൊരു ശക്തിയുണ്ട്, അത് ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിക്കലോ നിനക്ക് വേണേൽ ഞാനൊരു തെളിവ് കാട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനെ എടുത്തുപൊക്കി വളരെ ദൂരെയുള്ള ഒരു മലയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. തെറിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗുഹാൻ ആദ്യം പേടിച്ച് കരയുന്നുണ്ടെങ്കിലും പിന്നീട് അവനുള്ളിൽ നിന്നും വളരെ വലിയൊരു അരിശം വരികയും പെട്ടെന്ന് അവനുള്ളിൽ നിന്ന് വളരെ വലിയൊരു എനർജി പുറത്തേക്ക് വരികയും ആ എനർജി പോയിടിക്കുന്ന മല പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഗുഹാനുള്ളിൽ നിന്നും വെളിയിൽ വന്ന ആ വളരെ വലിയ എനർജി കണ്ട് പിക്കലോ അടിപടെല്ലാം ഞെട്ടിവിറയ്ക്കുകയും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയൊരു ശക്തിയാണ് ഇവനുള്ളിലുള്ളത്, ഭാവിയിലെ എന്റെ ഏറ്റവും വളരെ വലിയൊരു ശത്രുവാകാൻ പോകുന്ന ഒരുവനെയാണോ ഞാൻ ഈ വളർത്തിയെടുക്കുന്നത് എന്നോർത്ത് വിലപിക്കുകയും
എന്നു പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം വിലപിക്കുകയും ഇത് ഞാനാണോ ചെയ്തത് എന്നും പറഞ്ഞ് ഗുഹാൻ ആശ്ചര്യത്തോടെ ഇരിക്കുകയും ഇത് നിന്റെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ്. നിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ നീ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ ശക്തനായ ഒരു യോദ്ധാവായി മാറും. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്, മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അവിടെ കയ്യും കെട്ടി നിൽക്കുകയും ചെയ്യുന്നു. നീ ഒരു അൾട്ടിമേറ്റ് വാരിയറായി മാറിക്കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന 2 സയാന്മാരെയും നമുക്ക് നിഷ്പ്രയാസം കൊല്ലുവാൻ സാധിക്കുമെന്നും അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്നും അതുവരെ നീ ഞാൻ പറയുന്നത് പോലെയാണ് കേൾക്കേണ്ടതെന്നും ഇപ്പോൾ നീ ട്രെയിനിങ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു പിക്കലോനെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്നവൻ മനസ്സില്ലാ മനസ്സോടെ ട്രെയിനിങ്ങിനെ സമ്മതിക്കുകയും പിക്കലോ അത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് നാഗപാതയുടെ മുകളിൽ കൂടി പറന്നു പോയിക്കൊണ്ടിരുന്ന ഗോക്കുവിന്റെ എനർജി തീരുകയും അവൻ നാഗപാതയിൽ ഇറങ്ങി നിന്ന് അതിൽ കൂടി ഓടുവാൻ തുടങ്ങുന്നതുമാണ്. നാഗപാതയിൽ കൂടി ഓടുന്ന ഗോക്കുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബ്സ് നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. തുടർന്നുള്ള വീഡിയോകളും കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.